ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 39. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. നമുക്ക് നമ്മുടെ തലകളെ കർത്താവിൻ്റെ സന്നിധിയിൽ വണക്കാം. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ രാത്രിക്കായിട്ട് അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും ഏഴകൾ അങ്ങയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ, അനേക ബലവാന്മാർക്ക്, ജ്ഞാനികൾക്ക്, പ്രഗത്ഭർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, കാണുവാൻ കഴിയാത്ത, അറിയുവാൻ കഴിയാത്ത തേജസ്സേറിയ ശ്രേഷ്ഠകരമായ സത്യങ്ങളെ, അങ്ങയുടെ പുത്രനെക്കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ പരിജ്ഞാനത്തെ, മഹാരക്ഷയുടെ വഴികളെ ഏഴകളായ ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുസരണയോടെ, അധികം സമർപ്പണത്തോടെ, താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ ഇന്നത്തെ രാത്രിയിലും ഞങ്ങളായിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ പ്രസാദിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ബലപ്പെടുത്തണമേ. ആശ്വാസത്തോടെ ഞങ്ങളെ മടക്കി അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ, ഈ 4 സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ എങ്ങും കർത്താവ് ഉറങ്ങിയതായിട്ട് പറയുന്നില്ല, ഇപ്പോൾ വായിച്ച ഈ വചനഭാഗത്തിനൊഴികെ. കർത്താവ് ഉറങ്ങി എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഏക ഭാഗമെന്ന് പറയുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒരേ ഒരു പ്രാവശ്യം മാത്രം കർത്താവ് ഉറങ്ങിയെന്ന് ദൈവവചനത്തിൽ ഈ ഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ആ വചനത്തെ ഒന്ന് നോക്കണമേ. കർത്താവ് ഉറങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചുഴലിക്കാറ്റിൻ്റെ മധ്യത്തിലാണ്. കർത്താവ് ഉറങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ താനിരുന്ന പടകിനകത്തേക്ക് വെള്ളം ഇരച്ച് കയറിയപ്പോഴാണ്. ചുഴലിക്കാറ്റടിച്ചപ്പോഴും താനിരുന്ന പടകിനെ മുക്കുമാറ് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ച് കയറിയപ്പോഴും കർത്താവ് ഉറങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും ഉറങ്ങുകയായിരുന്നു. കാരണം ആ സമയത്ത് ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചുണർത്തുന്നതായിട്ട് നമുക്ക് അതിൻ്റെ മൂലത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, വലിയൊരു സത്യം ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും ഉറങ്ങുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ, ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാവരും ഭയപ്പെടുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും. Shall I tell you one thing again? Can I repeat that again? എല്ലാവരും ഉറങ്ങുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയും ഞാനുമെങ്കിൽ, എല്ലാവരും ഭയത്തോടെ ഓടി നടക്കുമ്പോൾ, ഭയചകിതരായി ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയുമില്ലാതെ പരക്കം പായുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ നമുക്ക് കഴിയും. കർത്താവിൻ്റെ ജീവിതത്തിൽ അതാ കാണുന്നത്. ഹല്ലേലൂയ! ശാന്തമായി ഉറങ്ങുന്ന കർത്താവ്. മനോഹരമായി ഈ വേദഭാഗത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട്. കർത്താവിന് അറിയത്തില്ലായിരുന്നു ഈ ഒരു കാറ്റുണ്ടാകുമെന്ന്. കർത്താവിന് അറിയത്തില്ലേ താനിരിക്കുന്നതായ ഈ പടകിനെ മുക്കുമാറ് തിരമാല അതിനുള്ളിലേക്ക് ആഞ്ഞു കയറുമെന്ന്? കർത്താവിനത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഉറങ്ങുന്നതും. പ്രൈസ് ഗാഡ്. നമുക്കറിയാം, ആ വചനഭാഗം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പടകിനെ മുക്കുവാൻ തക്കവണ്ണം പിശാച് ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. കാരണം 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഗദരദേശത്ത് നടക്കുന്ന ഒരു വലിയ ശുശ്രൂഷ. ഗദരദേശത്ത് ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് ഭൂതങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു ഭൂതമോ 2 ഭൂതമോ അല്ല മനുഷ്യനിൽ ഉണ്ടായിരുന്നത്. കാരണം ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങൾ
ഹേർഡ് ഓഫ് പിഗ്സ് അല്ലെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം കൽപ്പന കൊടുത്തപ്പോൾ, കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ, ആ ഭൂതങ്ങൾ കയറിയ പന്നികളുടെ എണ്ണം എത്രയായിരുന്നറിയാമോ? 2000-ഓളം. അങ്ങനെയാണെങ്കിൽ ഒരു പന്നിക്കകത്ത് ഒരു അശുദ്ധാത്മാവ് കയറിയെങ്കിൽ കുറഞ്ഞത് 2000 ഡീമൺസ് എങ്കിലും ഈ മനുഷ്യനിലുണ്ടായിരുന്നു. 2000 ഡീമൺസ് ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ മനുഷ്യന്റെ ഭൗതികവും ആത്മീകവുമായ അവസ്ഥയെ 5-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അവനെ വിടുവിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് അവിടേക്ക് കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന് നേരിടേണ്ടി വരുന്ന പ്രതികൂലം എത്ര വലുതായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അവിടെ താൻ ആ പടകിലിരിക്കുമ്പോൾ തന്നെയും തന്നോട് കൂടെയുള്ള ശിഷ്യന്മാരെയും ഒരുപോലെ മുക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെതായിട്ടുള്ള പ്രവൃത്തി. അവൻ അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ കർത്താവിനെ മുക്കാൻ അവന് കഴിയുമോ? ഇല്ല. ഹല്ലേലൂയ. സഹോദര സഹോദരി, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലാണ് നാം അനുദിന ജീവിതത്തിലായിരിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, എത്രമാത്രം പ്രതികൂലമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് പറഞ്ഞാലും, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ആണെന്ന് പറഞ്ഞാലും, അതിൻ്റെ മധ്യത്തിൽ ആർക്കും നിർവചിക്കുവാൻ കഴിയാത്ത ഒരു ശാന്തത നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഒരു സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. കാം ഇൻ ദ സ്റ്റോംസ് ഓഫ് ലൈഫ്. ജീവിതത്തിനെതിരെ വരുന്ന കാറ്റുകളുടെ മധ്യത്തിലുള്ള ശാന്തത. ചെറിയ കാറ്റുകളുണ്ട്, വലിയ കാറ്റുകളുണ്ട്. നമുക്കറിയാം, ഈ നാളുകളിൽ കാറ്റുകൾക്ക് പോലും പേരുകളിട്ടാണ് വിളിക്കുന്നത്. കാരണം ആ കാറ്റിൻ്റെ ആധിക്യം അനുസരിച്ച്, അതിൻ്റെ ബലമനുസരിച്ച്, അത് വരുത്തി വെക്കുവാൻ പോകുന്ന സർവനാശങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് കാറ്റുകൾക്കൊക്കെ, കൊടുങ്കാറ്റുകൾക്കും ചുഴലിക്കാറ്റുകൾക്കും ഒക്കെ ഈ നാളുകളിൽ പേര് വിളിച്ചാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ചെറിയ കാറ്റുകളുണ്ട്, വലിയ കാറ്റുകളുണ്ട്, ചുഴലിക്കാറ്റുകളുണ്ട്. വലിയ നാശം വിധിക്കുന്ന ഒരു ദേശത്തെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ള വലിയ കാറ്റുകളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ. ചെറിയ കാറ്റുകൾ ഉണ്ടാകാം, പിടിച്ചു കുലുക്കുന്ന കാറ്റുകൾ ഉണ്ടാകാം, തകർത്തെറിയുന്ന കാറ്റുകൾ ഉണ്ടാകാം, ഒരിക്കലും എഴുന്നേൽക്കാതെ വണ്ണം നശിപ്പിക്കുവാൻ തക്കവണ്ണം ശേഷിയുള്ള മഹാമാരി വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ ജീവിതത്തിന്റെ മധ്യത്തിൽ വന്നേക്കാം. ഇവിടെ കർത്താവ് ഇരുന്ന പടകിന് നേരെ ആഞ്ഞടിച്ചതൊരു ചുഴലിക്കാറ്റാണ്. ആ പടകിനെ മുക്കുമാറ് വെള്ളം അതിലേക്ക് ഇരച്ചു കയറി എന്ന് പറയുമ്പോൾ ചെറിയൊരു കാറ്റല്ലത്. അതിനെ അമ്മാനം ആടുന്ന വണ്ണം, തിരമാലകൾ അമ്മാനം ആടുന്ന വണ്ണം വ്യാപ്തിയുള്ള ഒരു കാറ്റടിച്ചത്. സഹോദരങ്ങളെ, അതിൻ്റെ മധ്യത്തിലും ശാന്തമായി ഉറങ്ങുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അവിടെ, ഹല്ലേലൂയ, ആ വചനത്തിൽ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. ഹൃദയത്തിനകത്ത് സ്വസ്ഥതയുള്ളവർക്ക്, സമാധാനമുള്ളവർക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ സമാധാനം എന്ന വാക്കിന് ഹീബ്രു ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഷാലോം. ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ സമാധാനം അല്ലെങ്കിൽ സ്വസ്ഥത അല്ലെങ്കിൽ ശാന്തത എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയം, പ്രതികൂലങ്ങൾ ഇല്ലാത്ത ഒരു സമയം, എല്ലാം ഫേവറബിൾ ആയിരിക്കുന്ന, അനുകൂലമായിരിക്കുന്ന ഒരു സമയം. പ്രശ്നങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മളെ കുലുക്കുവാൻ, നമ്മുടെ ഉറക്കം കെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്തിനാണ് നമ്മൾ ശാന്തതയെന്നും സ്വസ്ഥതയെന്നും സമാധാനമെന്നും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഇൻ ബിബ്ലിക്കൽ ടേംസ്, ബൈബിൾ ലാംഗ്വേജിൽ ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? കണക്ടിവിറ്റി വിത്ത് ഗാഡ്, അല്ലെങ്കിൽ ബീയിങ് യുണൈറ്റഡ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള സമ്പർക്കത്തിലിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ശാന്തത അല്ലെങ്കിൽ ഷാലോം എന്ന് പറഞ്ഞാൽ ബീയിങ് ഇൻ യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലിരിക്കുക, അല്ലെങ്കിൽ കണക്ടിവിറ്റി വിത്ത് ഗോഡ്, അറ്റാച്ച്ഡ് ടു ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുക. ആ അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഷാലോം. സ്വസ്ഥതയപ്പോൾ കടന്നു വരുന്നത് എങ്ങനെയാ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്നവർക്കാണ് സ്വസ്ഥത കടന്നു വരുന്നത്. ഈ പടകിലേക്ക് നോക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു. പക്ഷെ ഭയപ്പെടാതെ സ്വസ്ഥതയിൽ ഉറങ്ങുന്ന ഒരുവൻ മാത്രമേ ഉള്ളായിരുന്നു, അത് കർത്താവ്. ഹല്ലേലൂയ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഡെഫിനിഷൻ, ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അനുദിനം അനുനിമിഷം ജീവിക്കുന്നവനായിരുന്നു നമ്മുടെ കർത്താവെന്ന്. ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആ പടകിലേക്ക് കാറ്റടിച്ചപ്പോൾ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു.
ദൈവം എന്തുകൊണ്ടാണ് താൻ ഇരിക്കുന്ന പടകിലാണെങ്കിൽ പോലും, തന്നോടുകൂടെ വസിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിലാണെങ്കിൽ പോലും, അവരുടെ സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും കാറ്റുകൾ അനുവദിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വലിയ ചില പദ്ധതികളുണ്ട്. ദാറ്റ് ഈസ് വെയർ വി ഡിസ്കവർ ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് കാറ്റുകളുടെ മധ്യത്തിലാണ്. നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നത് കാറ്റുകളുടെ മധ്യത്തിലാണ്. നമ്മൾ പറയുന്നതൊക്കെയും പഠിപ്പിക്കുന്നതൊക്കെയും ഇത്ര നാളും മുറുകെ പിടിച്ചിരിക്കുന്നതൊക്കെയും യഥാർത്ഥമായിട്ടുള്ളതാണോ, ട്രൂ ഫെയ്ത്ത് ആണോ എന്ന് തിരിച്ചറിയുന്നത് ഈ കാറ്റുകളുടെ മധ്യത്തിലാണ്. നമ്മൾ പറഞ്ഞു പോകരുത്. ഈ വചനഭാഗത്തിലേക്ക് വരുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടേക്കൊന്ന് നോക്കിക്കേ. ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാൻ പറ്റും, 37 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. 40-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യം, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. ഇന്നത്തെ രാത്രികാലം പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതമാകുന്ന ഈ പടകിന് നേരെ കാറ്റ് പലതവണ ആഞ്ഞടിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചെറുതും വലുതുമായ കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുവാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയുകയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ സഹോദര സഹോദരി, നിന്റെ പടകിൽ യേശു കർത്താവ് ഉണ്ട് എങ്കിൽ, യേശു കർത്താവ് നിന്റെ പടകിൽ ഉണ്ട് എന്ന് നീ ഉറപ്പാക്കിയിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, എത്ര വലിയ കാറ്റായിക്കൊള്ളട്ടെ, കോളായിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റായിക്കൊള്ളട്ടെ, ചുഴലിക്കാറ്റായിക്കൊള്ളട്ടെ, അതിന് നിന്നെ കുലുക്കുവാനായിട്ട് കഴിയും, നിന്നെ പൊക്കുവാനായിട്ട് കഴിയും, നിന്റെ പടകിനകത്ത് വെള്ളത്തെ അടിച്ച് കയറ്റുവാനായിട്ട് കഴിയും. പക്ഷേ നിന്നെ മുക്കുവാൻ കഴിയത്തില്ല. നിന്റെ കൂടെയുള്ളവരെ മുക്കുവാൻ കഴിയത്തില്ല. നീ ഏത് ലക്ഷ്യത്തിലേക്കാണോ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിൽ നീ എത്തുക തന്നെ ചെയ്യും. ഇതാണ് നമ്മൾ പ്രാരംഭമായിട്ട് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഒന്നുകൂടെ പറയട്ടെ, കർത്താവ് പടകിൽ ഉണ്ടെന്നും പറഞ്ഞ് കാറ്റടിക്കാതിരിക്കുമോ? ഇല്ല. കർത്താവ് ഇരിക്കുന്ന പടകിന് നേരെയും കാറ്റുണ്ടായേക്കാം. ഹല്ലേലൂയ. ഒരു യഥാർത്ഥ വിശ്വാസിയാണ് നീയും ഞാനുമെങ്കിലും, എത്ര വിശ്വസ്തയോടാണ് കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നത് എങ്കിൽ തന്നെയും, കർത്താവിന്റെ കരം പിടിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തന്നെയും, സഹോദര സഹോദരി, സമാനമായ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. ഉണ്ടാകുന്നതൊക്കെയും കർത്താവ് പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കർത്താവ് എഴുന്നേറ്റ് ശാസിച്ചപ്പോൾ അത് അപ്പോൾ തന്നെ നിന്നത്. ഹല്ലേലൂയ. ഒരു ബട്ടൺ ഞെൽക്കുന്ന പോലെ, ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് പോലെ, ഒരു ബട്ടൺ ഓഫ് ആക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ അത് നിന്നു അവിടെ കാണാൻ നമുക്ക് കഴിയും. കാരണം അതിനു മേൽ അധികാരമുള്ളവനാണ് അതിനോട് കൽപ്പിച്ചത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 4 കാര്യങ്ങളാണ് പെട്ടെന്ന് ഈ വിഷയവുമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, സ്റ്റോംസ് ആർ ടെസ്റ്റ്. കാറ്റുകൾ എന്ന് പറയുന്നത് പരീക്ഷണമാണ്, പരിശോധനയാണ്. കാറ്റിൻ്റെ നടുവിലാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. കാറ്റടിയാതെ എല്ലാം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇവർ ഈ പടകിലേക്ക് കയറി. അന്നത്തെ ദിവസം ഒരു ദിവസത്തിന്റെ അവസാന ഭാഗമാണിത്. അന്നത്തെ ആ പകൽക്കാലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു അധ്യായം മുഴുവനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ദ ലോർഡ് വാസ് സോ ബിസി. അപ്പോസ്തലന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാരും ഒക്കെ വളരെ തിരക്കാണ്. അതിനു മുമ്പിൽ അവർ പരീശന്മാരുമായിട്ട് വാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കർത്താവ് ഉപമകൾ പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പടക് ശാന്തമായിട്ട് കടലിലൂടെ അല്ലെങ്കിൽ കായലിലൂടെ അത് അക്കരയ്ക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർ ഒന്നും പഠിക്കത്തില്ല. ഈ കാറ്റ് ഇവിടെ വന്നപ്പോഴാണ് ശിഷ്യന്മാർക്ക് ചില കാര്യങ്ങൾ അവിടെ പഠിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇങ്ങോട്ട് നോക്കിയേ. എവർ സിൻസ് യു ന്യൂ ഗാഡ്, എവർ സിൻസ് യു വെർ കോൾഡ് ഇൻ ബൈ ഗാഡ്, ഫ്രം there onwards up until now, if you think that there were no problems in your life, you would never be taught anything by the Lord.
നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇങ്ങോട്ട്, ദൈവമക്കളായി തീർന്ന നാൾ മുതൽ ഇങ്ങോട്ട് ജീവിതത്തിൽ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഒന്നും വരാതെ എല്ലാം സ്മൂത്തായിട്ടാണ് നടക്കുന്നതെങ്കിൽ സഹോദര സഹോദരി, നമ്മൾ കർത്താവിൽ നിന്നൊന്നും പഠിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ജീവിതത്തിൽ ഒന്നും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണമേ, ഈ കാറ്റ് ഈ പടകിന് നേരെ വന്നതുകൊണ്ട്, ഈ ജീവിതത്തിൽ ഈ അനുഭവത്തിലൂടെ ശിഷ്യന്മാർ കടന്നുപോയത് കൊണ്ട് അവർക്ക് എന്തും മനസ്സിലായെന്നറിയാമോ? ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. കാറ്റ്, ഹല്ലേലൂയ, ഒരു ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു ശോധനയാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ. അവിടെയാണ് ചില കാര്യങ്ങൾ നാം തിരിച്ചറിയുന്നത്. ടു നോ വെദർ വി നോ ഗാഡ്. ദൈവമക്കളാണെന്ന് പറയുന്ന നമുക്ക് ദൈവത്തെ അറിയാമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്ന അനുഭവമാണ് കാറ്റുകൾ വരുത്തുന്നത്. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഈ അപ്പോസ്തലന്മാരെ ഒന്ന് നോക്കിക്കേ. അവർ കർത്താവിൻ്റെ കൂടെ കുറച്ച് നാളുകളായി നടക്കുന്നവരാണ്, കർത്താവിനെ അറിഞ്ഞവരാണ്, കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാണ്, കർത്താവിൽ ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളെ കണ്ടവരാണ്. അതുമാത്രമല്ല, കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെന്ന് പേർ വിളിക്കപ്പെട്ടവരാണ്. അവൻ സാക്ഷാൽ മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞവനാണ്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇതേ ശിഷ്യന്മാരാണ് പടകിൽ വെച്ച് ഭയപ്പെട്ടു പോയത് ഒരു പ്രതികൂലം വന്നപ്പോൾ. അവർ നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്നു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലും പഠിക്കുന്നുണ്ട്. അവിടെ രണ്ടിടത്തും സമാനമായ അനുഭവങ്ങളാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞവർ നിലവിളിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? തങ്ങളോട് കൂടെ ഉള്ളവനെ ഒരു നിമിഷം അവർ അവിശ്വസിച്ചു പോയി. അവർ ചിന്തിക്കുന്നവണ്ണം അവർ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. അവർ വേണ്ടവണ്ണം കർത്താവിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ കഴിഞ്ഞിരുന്നുവെങ്കിൽ കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവനാണ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതെന്ന്, സർവശക്തനായ ദൈവമാണ് ഞങ്ങളോട് വസിക്കുന്നതെന്ന്, ഹല്ലേലൂയ, അവർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പടക് മുങ്ങിയാലും ശരി അവർ വിശ്വാസത്തോടെ നിൽക്കുമായിരുന്നു. ഹല്ലേലൂയ. ആ കാറ്റ് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, വാട്ട് ദേ വെയർ തിങ്കിങ് അബൌട്ട് ദംസെൽസ് വെയർ നോട്ട് റൈറ്റ്. തങ്ങൾ ആരാണെന്ന് ഇതുവരെ ചിന്തിച്ചിരുന്നത് പോലെ അല്ല തങ്ങളെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. അവർ ലജ്ജിച്ച് കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പലപ്പോഴും ഇതുപോലെയുള്ള ടെസ്റ്റുകളുടെ നടുവിലാണ് നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ, ദ ഫെയ്ത്ത് വിച്ച് ഈസ് നോട്ട് ടെസ്റ്റഡ് കനോട്ട് ബി ട്രസ്റ്റഡ്. ശോധന ചെയ്യപ്പെടാത്ത വിശ്വാസം ആശ്രയിക്കത്തക്ക വിശ്വാസമല്ല. എല്ലാം സ്മൂത്തായിട്ട് നടക്കുമ്പോൾ നമ്മൾ പറയും ഹല്ലേലൂയ, സ്തോത്രം പറയും, ദൈവത്തിന് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടും. എന്നാൽ ജീവിതത്തിൽ ചെറിയ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ്, ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആകുമ്പോഴാണ് നമ്മുടെ ഹല്ലേലൂയ ദൈവമക്കൾ അല്ലാത്ത രീതിയിലുള്ള സ്വഭാവം നമ്മൾ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുമേ, they knew they didn't know God the way they should have known him. കർത്താവിനെ അറിയേണ്ടവണ്ണം തങ്ങൾ അറിഞ്ഞില്ലായിരുന്നു എന്ന് അവർക്ക് ഈ കാറ്റിൻ്റെ മധ്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഹല്ലേലൂയ. രണ്ടാമത് അവർക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, they knew themselves now. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അനുഭവത്തിലൂടെ അവർ കടന്നു പോയപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം അവരെല്ലാവരും മുക്കുവരായിരുന്നു, കടലിനോട് ചേർന്ന് ജീവിച്ചിരുന്നവരായിരുന്നു. ഇത്രയും കാലം അവർ വെള്ളത്തിൽ വീണാൽ അവർക്ക് നീന്തി അക്കരയ്ക്ക് കടക്കുവാനായിട്ട് കഴിയും, തങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ഈ സമയത്ത് തങ്ങളുടെ പടകിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ തങ്ങൾ മരിക്കുമെന്നുള്ള മരണഭീതി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ അവരെ ഉപദേശിക്കുവാൻ നമുക്ക് കഴിയും, അവരെ പലതും പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയും, അവരോട് അവരുടെ കുറവുകളെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കഴിയും. അവരോട് പറയും, ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഈ കുഴപ്പം കൊണ്ടായിരിക്കാം ഈ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നതെന്ന്. പല പല വിഷയങ്ങൾ അവരുമായിട്ട് സംസാരിക്കുവാനും പലതിനും നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സമാനമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ പ്രാഗൽഭ്യം അവിടെ തോറ്റുപോകുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ചിന്തിച്ചു നോക്കിക്കേ, യേശു കർത്താവ് ഒഴികെ ആ പടകിലിരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് നീന്തറിയാം. യേശു കർത്താവിന് അറിയാമോ എന്ന് എനിക്കറിയില്ല മാനുഷികമായിട്ട് നോക്കുമ്പോൾ. കാരണം ഇവരെല്ലാം മുക്കുവന്മാരായിരുന്നു. ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ അവരുടെ തൊഴിൽ എന്തെന്ന് വെച്ചാൽ they all were fishermen. They knew the sea very well.
They were not afraid of, because out in the sea many nights they must have spent in the past years probably. കഴിഞ്ഞ കാല വർഷങ്ങളിൽ ഒരു പക്ഷേ അനേക രാത്രികളിൽ ഈ പടകിലൊക്കെ ഏകരായിട്ട് അവർ ഈ കടലിൽ വേല ചെയ്തിട്ടുണ്ട് മുക്കുവരായിട്ട്. നമുക്കറിയാം രാത്രിയിലാണ് മീൻ പിടിക്കാനായിട്ട് മുക്കുവര് കടന്നു പോകുന്നത്. അപ്പൊ അവിടെയൊക്കെയും കാറ്റും കോളുകളും ഒക്കെ കണ്ടിട്ടുള്ള മനുഷ്യരാണ് ഇവര്. അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്ക് ഭയമില്ല. ഈ സാഹചര്യങ്ങളെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടാണ്. പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് വന്നപ്പോൾ, ഈ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. അവർക്ക് മനസ്സിലായി തങ്ങൾ മുങ്ങാൻ പോകുകയാണെന്ന്. സഹോദരങ്ങളെ, കാറ്റ് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമുക്ക് നമ്മളിലുള്ള ഉറപ്പ്, നമുക്ക് നമ്മളിലുള്ള ധൈര്യം നഷ്ടപ്പെടുത്താൻ തക്കവണ്ണം ദൈവം അനുവദിക്കുക. നമുക്ക് നമ്മളിലുള്ള ധൈര്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നാം ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കത്തുള്ളൂ. എനിക്കിത് കഴിയുമെന്നുള്ള ബോധ്യത്തിൽ നാം എത്ര കാലം ജീവിക്കുന്നുവോ, എന്നെ കൊണ്ട് മാനേജ് ചെയ്യുവാൻ കഴിയുന്നതാണ് ഇതെന്ന് പറഞ്ഞുള്ള ചിന്തയിൽ നാം എത്ര കാലം ജീവിക്കുന്നുവോ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മുടെ സ്വയം നീതിയിൽ, നമ്മുടെ സ്വയ പ്രാഗൽഭ്യത്തിൽ, നമ്മുടെ സ്വയ കഴിവുകളിൽ, നമ്മുടെ ക്രെഡൻഷ്യൽസിൽ നാം ആശ്രയിക്കുന്നിടത്തോളം കാലം കർത്താവിലേക്ക് ആശ്രയിക്കുവാനോ കർത്താവിന് വേണ്ടും വണ്ണം നമ്മളെ ഉപയോഗിക്കുവാനോ തക്കവണ്ണം കഴിയുകയില്ല. അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ചില കാറ്റുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. കാരണം എന്നാണെന്നറിയാമോ? നമ്മളിലുള്ള നമ്മുടെ ആശ്രയത്തെ മാറ്റുവാൻ തക്കവണ്ണം. ദൈവമില്ലാതെ, കർത്താവില്ലാതെ, കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കോളിനെയും ശാസിക്കാതെ എനിക്കിതിന്റെ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന അനുഭവത്തിലൂടെ ഞാൻ പഠിക്കേണ്ടതിന് ദൈവം ചിലപ്പോൾ ചിലതിനെ അനുവദിച്ചെന്നിരിക്കും. മറന്നുപോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ അനുഭവത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. നോ മാറ്റർ വാട്ട് ലൈസ് അഹെഡ് ഓഫ് മീ, ഗോഡ് ഈസ് ഓൾറെഡി ദെയർ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ എനിക്ക് കാണുവാൻ കഴിയാത്ത ഭാവിയിൽ എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി വിശ്വസിക്കും. അതെന്തൊക്കെ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടതെന്ന് പറഞ്ഞാലും കർത്താവ് ഓൾറെഡി അവിടെ ഉണ്ട്. കാറ്റ് വരുന്നതിന് മുമ്പേ കർത്താവ് അവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കാറ്റ് വരുന്നതിന് മുമ്പേ കർത്താവ് അവിടെ ഉണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പേ കർത്താവ് അവിടെ ഉണ്ട്. അവിടുത്തെ സാന്നിധ്യം അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ sometimes storms will turn out to be a testing period for us. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ നമുക്കതാ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് അവരുടെ ജീവിതത്തിൽ അവരെ പഠിപ്പിച്ച പാഠം ഈ ടെസ്റ്റിൻ്റെ നടുവിൽ, ഈ കാറ്റിൻ്റെ നടുവിൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നിങ്ങളുടെ ജ്ഞാനം നിങ്ങളെ കൈവിടുന്ന ഒരു നാൾ വരുന്നു. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പ്രാഗൽഭ്യം നിങ്ങളെ കൈവിടുന്ന ഒരു നാൾ വരുന്നു. നിങ്ങളുടെ ലോക പരിചയം നിങ്ങളെ കൈവിടുന്നവർക്ക് നാൾ വരുന്നു. നമുക്കറിയാമല്ലോ, എത്രയോ കൺസൾട്ടൻസ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ചില സന്ദർഭങ്ങളിൽ നിലവിളിക്കുന്നില്ലേ അവരുടെ രോഗങ്ങൾ മൂലം? എത്രയോ രോഗികളെ ചികിത്സിച്ചിട്ടുള്ളവരാണ് അവര്, അല്ലേ? എത്രയോ സാഹചര്യങ്ങൾ, എത്രയോ പേരുടെ കണ്ണുനീർ അവരുടെ മുമ്പിൽ കണ്ടിട്ടുള്ളവരാണ് അവര്. മരണത്തോട് മല്ലടിക്കുന്ന എത്ര രോഗികളെ തങ്ങളുടെ പ്രാഗൽഭ്യം കൊണ്ട്, തങ്ങളുടെ വൈദഗ്ധ്യം കൊണ്ട് അവർ വിടുവിച്ചിട്ട് അവർ രക്ഷിച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ സ്വന്തം ജീവിതത്തിലേക്ക് അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ അവർ കണ്ണുനീരൊഴുക്കി നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ, കേട്ടിട്ടില്ലേ? സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുക, ഇത് കർത്താവ് പലപ്പോഴും ആ അനുഭവത്തിലേക്ക്, ആ എംപ്റ്റിനെസ്സിലേക്ക്, ആ സീറോ ശൂന്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ 100%, 100% നമ്മുടെ ആശ്രയം കർത്താവിങ്കിലേക്ക് നാം ആക്കുവാൻ തക്കവണ്ണം. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് വിശ്വാസിയായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് അവൻ എൻ്റെ കർത്താവാണെന്ന് പൂർണ്ണമായി പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. He can be the Lord of all or the Lord not at all. ഒന്നുകിൽ അവൻ സകലത്തിനും ദൈവമായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഒന്നിലും ദൈവമായിരിക്കരുത്. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്, നീ എന്നെ നിന്റെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ സകലത്തിനും ഞാൻ കർത്താവായിരിക്കണം. അതല്ല എങ്കിൽ ഞാൻ നിനക്കൊന്നിലും കർത്താവല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ടോട്ടൽ സബ്മിഷൻ, ആ ടോട്ടൽ സറണ്ടറിങ്ങിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ പലപ്പോഴും ജീവിതത്തിൽ ഈ കാറ്റുകൾ അനുവദിച്ചേക്കാം.
ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചേക്കാം. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന പാഠത്തെ പഠിക്കുവാനായിട്ട് നാം തന്നെ താഴ്ത്തി കൊടുക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്താണെന്നറിയാമോ? ചെറിയ ചെറിയ കാറ്റുകൾ വരുമ്പോൾ, ഓളങ്ങൾ വരുമ്പോൾ, തിരമാലകൾ വരുമ്പോൾ അവിടെ കടന്ന് നിലവിളിക്കും, കർത്താവ് നമ്മളെ വിടുവിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെയും മറന്നുപോകും. ഹല്ലേലൂയ. പിന്നെ കർത്താവിനെ ഓർക്കേണ്ടത് അടുത്ത ഒരു തിരമാല വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത ഒരു കാറ്റടിക്കുന്നത് വരെ പിന്നെ കർത്താവിനെ നമ്മൾ ഓർക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രൈസ് ഗാഡ്, എന്നെയും നിങ്ങളെയും കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തന്നോട് പറ്റിച്ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഇത് അനുവദിക്കുന്നത്. രണ്ടാമത്തെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ, സ്റ്റോംസ് ക്യാൻ ഹാപ്പൻ സഡൻലി. ഇവിടെ നിന്ന് പഠിക്കുവാൻ നമുക്ക് മനസ്സിലാക്കുന്നത്, സ്റ്റോംസ് ക്യാൻ ഹാപ്പൻ സഡൻലി. പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലാണ് കാറ്റടിച്ചത്. അവരവിടുന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് നോക്കിയേ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്നവർ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. നോക്കിയേ, അവർ സന്ധ്യയ്ക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് ഈ കാറ്റും കോളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാറ്റും കോളും അവിടെ ഉണ്ടായത്. സഹോദര സഹോദരി, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് പ്രതികൂലങ്ങൾ നമുക്ക് നോട്ടീസ് അയക്കത്തില്ല. ഞാൻ വരുന്നുണ്ട്, നിങ്ങളൊന്ന് തയ്യാറായിക്കോന്ന്. നോ, ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്, എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണമെന്ന്. അതിന് ഈ ലോക ജീവിതത്തിൽ കാറ്റും കോളും കൊടുങ്കാറ്റും ഏത് സാഹചര്യത്തിലും ഉണ്ടാക്കാം. ഹല്ലേലൂയ. അതിനെ തടയാൻ നിനക്ക് കഴിയത്തില്ല. പക്ഷെ ഒന്ന് നിനക്ക് കഴിയും, നിന്റെ പടകിൽ കർത്താവ് ഉണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. അത് മാത്രമേ ഉള്ളൂ. സഹോദര സഹോദരി, ഓർക്കണമേ, കർത്താവ് ഈ പടകിലില്ലായിരുന്നുവെങ്കിൽ 100% ഇവർ മുങ്ങുമായിരുന്നു. അതിന് യാതൊരു സംശയവുമില്ല. അവരുടെ വിജയം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർക്കണമേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം, അശാന്തത വരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനെ ഒന്നിനെ തടയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. അതിനെ എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഭൗതികമായിട്ട് നോക്കിയാൽ ഒരു കാറ്റടിക്കുന്ന, ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുകൾ അടിക്കുന്നുണ്ട്, സുനാമി വരുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ കാലിഫോർണിയയിലൊക്കെ വലിയ തീ, വൈൽഡ് ഫയർ, കാട്ടുതീ പടരുകയാ. ആർക്ക് എന്ത് ചെയ്യുവാൻ പറ്റും? No one can do anything. If the Lord gives upon you, nobody in the world can ever save you. ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ, ദൈവം മുഖം തിരിച്ചു കഴിഞ്ഞാൽ, ദൈവം നിനക്ക് അനുകൂലമല്ലാതെ നിന്നാൽ, ദൈവത്തിന്റെ സഹായ ഹസ്തം എനിക്കും നിനക്കും വേണ്ടി, ഒരു രാജ്യത്തിനു വേണ്ടി, ഒരു ദേശത്തിനു വേണ്ടി നീളാതെ വന്നാൽ, ഈ ലോകത്തിലുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസും സഹായിക്കത്തില്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഇത് തന്നെ അനുഭവം. ദൈവം നമുക്ക് അനുകൂലമല്ലാതെ വന്നാൽ, ദൈവം നമ്മളെ സഹായിക്കാതെ വന്നാൽ, ദൈവം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാതെ വന്നാൽ, ദൈവം നമ്മുടെ വശത്ത് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഒരു സ്വസ്ഥതയോ, ഒരു ലോകത്തിലൊരു സമാധാനമോ, ഈ ലോകത്തിലൊരു സന്തോഷമോ, ഈ ലോകത്തിലൊരു പ്രത്യാശയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട്, പ്രതികൂലം എത്ര വലുതായാലും ശരി, എന്നെ മുക്കുവാൻ അതിന് കഴിയത്തില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ പക്കത്തുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. ദൈവത്തിൻ്റെ വചനമാ, ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? So my brothers, my sisters, my children, make sure all the time the Lord is in your boat, no matter which circumstances you are going through. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഏത് സാഹചര്യങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലം ഉണ്ടാകത്തില്ലെന്ന് നിങ്ങൾ പറയരുത് സഹോദര സഹോദരി. ഇറ്റ് ക്യാൻ ഹാപ്പൻ all of a sudden. ആകാശം തെളിഞ്ഞിരിക്കുന്നുണ്ടാകാം, കാർമേഘത്തിൻ്റെതായ ഒരു ലാഞ്ചനയും ഇല്ലായിരിക്കാം, എല്ലാം അനുകൂലമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് സാഹചര്യങ്ങളൊക്കെയും മാറി മറിഞ്ഞു പോയേക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനോഹരമായ ഒരു വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മളൊന്ന് നോക്കിയേ. സ്ഥിരമാനസൻ, ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. ഐസയ ചാപ്റ്റർ 26 verse 3.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹാവ് യു സീൻ ദിസ് വേഴ്സ് മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്? ഈ വചനം നമ്മൾ ശ്രദ്ധിച്ചോ? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്ക് എന്തോന്നറിയാമോ? Thou will keep him in perfect peace whose mind is stayed on thee. നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന, സ്ഥിരമായി നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നീ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. Because he trusts in thee, he trusts in you. നിന്നിൽ അവൻ ആശ്രയിക്കുന്നത് കൊണ്ട്, അവന്റെ ആഗ്രഹം നിന്നിൽ വെച്ചിരിക്കുന്നത് കൊണ്ട്, അവന്റെ ആശ്രയം നീ വെച്ചിരിക്കുന്നത് കൊണ്ട് അവനെ പൂർണ്ണ സമാധാനത്തിൽ നീ കാക്കും. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നതെന്നറിയാമോ? യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ട്രസ്റ്റ് യു ഇൻ ലോർഡ് ഫോറെവർ, ഫോർ ഇൻ ദ ലോർഡ് യഹോവേ ഈസ് എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത്. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമായതല്ലേ? നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. യഹോവയിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ സ്വർഗം നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുമെന്ന്. നിന്റെ ഹൃദയം ചഞ്ചലിക്കുവാൻ്റെ കോണം അനുവദിക്കത്തില്ലെന്ന്. നീ ഒരിടത്തും പരാതി പറയുന്നവനാകത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഈ ശിഷ്യന്മാർ നോക്കിയേ, ഇത്രയും വലിയവനായ ഒരു ദൈവം, കർത്താവ് കൂടെ ഉണ്ടായിട്ടും കർത്താവിനോട് പരാതി പറയുക, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഒന്നുമില്ലേ എന്ന, ഒരു വിചാരവുമില്ലേ എന്ന. എന്നെ കർത്താവ് എന്നെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ നാളുകളിൽ ഒന്നിനും പരാതി നീ പറയരുത്. എത്ര അത്ഭുതകരമായി, അതിശയകരമായി നിന്നെ ഞാൻ പുലർത്തുന്നു, നിന്നെ ഞാൻ നടത്തുന്നു. ഏത് അവസ്ഥയിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിച്ചതാണ്, ഏത് അനുഭവത്തിൽ നിന്നെ ഞാൻ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതാണ്, എങ്ങനെയായിരുന്ന നിന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെയാക്കിയത്. സഹോദര സഹോദരി, കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് കൊണ്ടുവന്നേക്കാം. ഇവിടെ പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വസ്ഥത ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, യഹോവയാം യാഹിൽ നമ്മുടെ ആശ്രയം വയ്ക്കുക. ഈ ഒരു വാക്യം 25-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യെശയ്യാ പ്രവാചകന്റെ തന്നെ പുസ്തകം, അതിൻ്റെ ഒരു പേജ് പുറകോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 25:4 ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 25:4, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിലൊരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമായിരിക്കുന്നു. അമേസിംഗ് വേഴ്സ്. യഹോവയിൽ നാം ആശ്രയം വെക്കുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ ബലമായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവിടുന്ന് നമ്മുടെ പാറയായിരിക്കുന്നുവെങ്കിൽ, എത്ര കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, ലോകത്തിലെ എത്ര ഭയങ്കരന്മാർ നമുക്കെതിരെ ചീറ്റി വന്നാന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, എത്ര കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, എത്ര ഉഷ്ണം നമ്മുടെ മേൽ ഉദിച്ചെന്ന് പറഞ്ഞാലും, നമ്മുടെ കർത്താവ് നമ്മുടെ കോട്ടയായി, നമ്മുടെ കരുണയായി, നമ്മുടെ തണലായി, നമ്മുടെ ബലമായി, ഹല്ലേലൂയ, നമ്മളോട് കൂടെയിരിക്കും. അമേസിംഗ് ആയിരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരിക്കലും ഇത് മറന്നു പോകരുത്. സോ that can happen any time. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചേക്കാം, ചെറിയ കാറ്റ് ആഞ്ഞടിച്ചേക്കാം, നമ്മുടെ കൂടെ നിന്നവരൊക്കെ നമ്മളെ പിരിഞ്ഞു പോയേക്കാം, നമ്മുടെ സ്നേഹിതരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം. ഹല്ലേലൂയ. പക്ഷെ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ പടകിൽ നിന്റെ കർത്താവ് ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ഇതാണ്. നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരുത്തരെയും പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിനെ മാറ്റുവാൻ നമുക്ക് കഴിയുകയില്ല. അനേകർ നിന്റെ ജീവിതത്തിൽ നിന്നെ തെറ്റിദ്ധരിച്ചേക്കാം. നിന്റെ മിത്രങ്ങളായിരുന്നവർ നിനക്ക് ശത്രുവായി മാറിയേക്കാം. പക്ഷെ ഇതിനെ ഒന്നിനെയും ഹല്ലേലൂയ നിയന്ത്രിക്കുവാനോ അതിനെ തിരുത്തുവാനോ നിനക്കും എനിക്കും കഴിയുകയില്ല. പക്ഷെ മേക്ക് ഷുവർ വൺ തിങ്, ദ ലോർഡ് ഈസ് ഓൾവേസ് ഓൺ യുവർ സൈഡ്. കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ കളങ്കമുണ്ടാവരുത്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും ഉണ്ടാകരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ നീ വിശ്വസ്തനാണെങ്കിൽ, ഈ ലോകം മുഴുവനും നിനക്ക് പ്രതികൂലമായി നിന്നാലും, ഈ ലോകം മുഴുവനും നിന്നെ തെറ്റിദ്ധരിച്ചാലും, നിന്റെ അധികാരികൾ നിനക്കെതിരായി നിന്നാലും, നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നീ കർത്താവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ, കളങ്കമില്ലാത്തതാണ് നിന്റെ ഹൃദയമെങ്കിൽ, കർത്താവ് നിന്റെ കൂടെ നിൽക്കും. അതാണ് ഈ വചനം പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചാലും അവൻ എനിക്കിഷ്ടത്തിലൊരു തണലായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഫോറെവർ, ഫോർ ഇൻ ദ ലോർഡ് യഹോവേ ഈസ് എവർലാസ്റ്റിംഗ് സ്ട്രെങ്ത്. നിത്യമായ ബലം അവൻ നമുക്ക് തരുന്നത്.
നിത്യമായ ശക്തി അവൻ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഈ അനുഭവത്തിൽ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാ. ഒന്നാമത്തേത് അതൊരു ടെസ്റ്റാണ്. നമ്മുടെ ഭൗതികമോ ആത്മീകമായ ബലം എവിടെയാണെന്നുള്ളതിൻ്റെ ടെസ്റ്റ്. നമ്മൾ ഒന്നുമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇത്ര കാലം പഠിച്ച നമ്മുടെ ജ്ഞാനം, നമ്മുടെ പരിചയം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അധികാരം, ഇതൊക്കെ നിഷ്പ്രഭമായി പോകും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ തിരിഞ്ഞു മറിയുമ്പോൾ. ഈ ലോകത്തിലെ ബലവാന്മാർ പോലും കുമ്പിട്ടു പോകും, ബലവാന്മാർ പോലും നിലവിളിക്കും. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ ഏകാധിപതികൾ നിലവിളിച്ചിട്ടുണ്ട് ജീവന് വേണ്ടി. ഗദ്ദാഫിയെ കുറിച്ചൊക്കെ അറിയാമല്ലോ, അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എത്രയോ ഭീകരവാദികൾ ജീവന് വേണ്ടി നിലവിളിച്ചിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. എത്ര വലിയ ഭീകരവാദികൾ! ഈ ലോകത്തെയൊക്കെ കിടിലം കൊള്ളിച്ച, ലോകത്തെയൊക്കെ മുൾമുനയിൽ നിർത്തിയിരുന്ന എത്രയോ ഭീകരവാദികൾ, എത്രയോ ഏകാധിപതികൾ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രശ്നം കടന്നു വന്നപ്പോൾ, മരണഭീതി അവരുടെ കണ്ണിന്റെ മുമ്പിൽ മരണത്തെ കണ്ടപ്പോൾ അവർ നിലവിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, കർത്താവ് ഈ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്റ്റോം ക്യാൻ കോസ് യു ടു ഡൗട്ട് ഗോഡ്. നമ്മളൊക്കെ പറയും നമ്മൾ ഉറച്ച ദൈവവിശ്വാസികളാണ്, എൻ്റെ കർത്താവിൽ ഉറച്ച വിശ്വാസിയാണ് ഞാനെന്ന. പക്ഷെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവിനെ സംശയിക്കും. ഇവിടെ പത്രോസിനോട് നോക്കിയേ, യാക്കോബ് യോഹന്നാനോടൊക്കെ ചോദിച്ചു നോക്കിയേ. അവർ പറയും, ഞങ്ങൾ മറ്റുള്ളവരെ പോലല്ല, ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാ, ഞങ്ങൾ മശീഹായിൽ വിശ്വസിക്കുന്നവരാ, ഞങ്ങൾ ആരെ ഞങ്ങൾ അനുഗമിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. നമ്മൾ പറയും, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിച്ചുമിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പറയും. ഇവിടെയുള്ള ഈ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു. പക്ഷേ കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഹല്ലേലൂയ, പടകൊന്ന് കുലുങ്ങിയപ്പോൾ, അതിലേക്ക് വെള്ളമൊന്ന് കയറിയപ്പോൾ അവർ കർത്താവിനെ സംശയിച്ച് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക്, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നോക്കിക്കേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്കൊരു വിചാരവും ഇല്ലയോ എന്ന്. They were underestimating God. They were doubting God. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് ടെസ്റ്റഡ് ആകുന്നത് കേട്ടോ. ഇവിടെയാണ് ഫെയ്ത്ത് ടെസ്റ്റഡ് ആകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. സാഹചര്യങ്ങളുടെ മധ്യത്തിലും കർത്താവിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ്. നമുക്കറിയാം, ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമാനമായ ജീവിത അനുഭവം, അതിനേക്കാൾ അൽപ്പുറത്തെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവത്തിലുള്ള ആശ്രയം വിടാതെ കർത്താവിനെ സംശയിക്കാത്ത ശിഷ്യന്മാരെ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയെന്നറിയാമോ? നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് റോമ കാരാഗൃഹത്തിലിരുന്നു കൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ ആ വാക്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരട്ടെ. ഇൻ കേസ് ഇഫ് സമ്മൺ ഡസ് നോ ഇറ്റ്. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക്, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ്, എപ്പിസ്റ്റൽ ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. വേഴ്സ് 4 മുതൽ നമുക്ക് വായിക്കാം. കാരാഗൃഹത്തിലിരുന്നു കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് എഴുതുകയാണ്, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നത് ആരാന്നറിയാമോ? ബലങ്ങളിട്ടുകൊണ്ട് കാരാഗൃഹത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ. നാളെ കൈസറിന്റെ വിധി എന്താണെന്നറിയത്തില്ല. തന്നെ ജീവനോടെ വെച്ചേക്കുമോ, തന്നെ കൊല്ലുമോ എന്നുള്ള വിധി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ കാരാഗൃഹത്തിലിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തിൽ തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാൻ കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നെന്ന്. അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 6-7 വാക്യങ്ങളിൽ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വിചാരപ്പെടുന്ന ജീവിത അനുഭവങ്ങൾ അനവധി നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല എന്ന് വന്നേക്കാം, നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നില്ല എന്ന് വന്നേക്കാം. പക്ഷെ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് അപ്പോസ്തലനോട് പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് നീ വിചാരപ്പെടരുത്. നിനക്ക് ഏത് സമയത്ത് എങ്ങനെയാണ് ആവശ്യമെന്ന് കർത്താവിന് ഇന്നറിയാം. ആവശ്യത്തിൻ്റെ സമയത്ത് അവൻ പ്രവർത്തിച്ചാൽ പോരെ. ഹി ഈസ് നെവർ ടു ലേറ്റ് നോർ ടു early.
അവൻ നേരത്തെ വരത്തില്ല, താമസിച്ചും വരത്തില്ല. ആ കറക്റ്റ് സമയത്താണ് കർത്താവിൻ്റെ പ്രവൃത്തി വരുന്നത്. നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? നാളെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിഷയം. നാളെ അതിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ളതാണ് വിഷയം. അതാ മുമ്പ് ഞാൻ പറഞ്ഞത്. Doesn't matter what is lying ahead of me in my future. I have to believe God is already there. He had made provision for it. Hallelujah. ഒന്ന് ഓർത്ത് നോക്കിയ സഹോദരങ്ങളെ, ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുവാൻ, കുഞ്ഞിനെ കൊണ്ട് ജോയിൻ ചേർക്കുമ്പോഴേ നമ്മളെ കുഞ്ഞിന് വേണ്ടിയുള്ള ബുക്കുകൾ, അതിനു വേണ്ടിയുള്ള യൂണിഫോംസ്, ഇതൊക്കെ ഒരപ്പനും അമ്മയും അതിനു വേണ്ടി തയ്യാറാക്കത്തില്ലേ? ഇല്ലേ? ആ കുഞ്ഞു കിടന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കിതുവരെ യൂണിഫോം ആയില്ല, എനിക്കിതുവരെ ബുക്കും പുസ്തകവും ആയില്ലെന്ന്. കുഞ്ഞിനോട് അപ്പൻ പറയും, നിന്റെ സ്കൂൾ ഇതുവരെ തുറന്നില്ലല്ലോ കുഞ്ഞെ, സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നിനക്കിത് പോരായോ? സ്കൂളിൽ പോകുവാൻ്റെ കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്യാൻ നേരം നിനക്ക് യൂണിഫോം പോരായോ? അതോ ഇപ്പോഴേ വേണോ നിനക്ക്? നമ്മുടെ പലപ്പോഴും നമ്മുടെ നിലവിളി ഇതാ, കർത്താവേ നാളെ എന്തായിത്തീരും? സഹോദര സഹോദരി, നാളെ ആവട്ടെ, നിന്റെ ആവശ്യങ്ങളുടെ സമയം വരട്ടെ. കർത്താവ് അവിടെ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്ന് നീ നോക്ക്. ഇവിടെ അപ്പോസ്തലൻ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ബി കെയർഫുൾ ഫോർ നത്തിങ് ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ അൺടു ഗോഡ്. മൈ ചിൽഡ്രൻ, ദിസ് ഈസ് എ ബിറ്റ് ഓഫ് അഡ്വൈസ് ടു യു. Never worry about anything. Never let your heart be troubled. Never be afraid. Trust in the Lord. You don't have to worry about your future. The Lord is with you. Make sure that the Lord is with you. Make sure you walk with God. What all things at what all time would have to come, the Lord would be there to make it possible for you. അടുത്ത വാക്യം നോക്കിയേ. ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്കുള്ളതെങ്കിൽ 7-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് പോൾസ് ലൈഫ്. സകല ബുദ്ധിയെയും കവിയുന്ന, ലോകത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കുവാൻ കഴിയാത്ത ദൈവസമാധാനമാണ് പൗലോസിൻ്റെ ഹൃദയത്തിനകത്തുള്ളത്. അതുകൊണ്ടാണ് കാരാഗൃഹത്തിൻ്റെ മധ്യത്തിലും ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് എപ്പോഴും സന്തോഷിപ്പിനെന്ന് പറയുവാൻ എനിക്ക് കഴിയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? താൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നവനായിരുന്നില്ല. എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു പൗലോസ്. ജീവിതത്തിൽ ഏത് സാഹചര്യമായിരുന്നാലും കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നല്ലോ, ഞാൻ കടന്നു പോകുന്ന വഴി അറിയുന്നല്ലോ, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്ന കർത്താവേ, അങ്ങ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഏകനല്ല. സങ്കീർത്തനത്തിൽ പറയുന്നു എൻ്റെ കൂട്ട്, ഈവൻ ഇഫ് യു വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത് യു ഷാൽ നോട്ട് ബി അഫ്രൈഡ്. മരണത്തിൻ്റെ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനെ ധൈര്യപ്പെടുത്തുന്നതാ 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനെ ധൈര്യപ്പെടുത്തുന്നത് അതാണ്. കൂരിൽ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നീ അത് അനുവദിച്ചതാണെന്ന്. ചില പർപ്പസിന് വേണ്ടി, അങ്ങയോട് എന്നെ ചേർക്കുന്നതിന് വേണ്ടി, ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം, അങ്ങയുടെ സ്നേഹം ഞാൻ അനുഭവിപ്പാൻ തക്കവണ്ണം ആ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറന്നു പോകരുതേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. കളിമണ്ണ് കൊണ്ട് കുടമുണ്ടാക്കുന്ന, ഹല്ലേലൂയ, നമുക്കറിയാം. പോട്ടറെ കുറിച്ച് നമുക്കറിയാം അല്ലേ? കുശവനെ കുറിച്ച് നമുക്കറിയാം. കളിമണ്ണ് അത് ഉണ്ടാക്കിയിട്ട് അത് ഫർണസിനകത്തോട്ട്, ചൂളയ്ക്കകത്തോട്ട് കയറ്റി വയ്ക്കും. ചൂളയ്ക്കകത്തിരുന്നത് വേകുമ്പോഴും അത് നിലവിളിക്കുമ്പോഴും അതിനൊരു കാര്യം അറിയാം, തന്നെ നോക്കിക്കൊണ്ട് 2 കണ്ണുകൾ അതിൻ്റെ പുറത്തിരിപ്പുണ്ട്. അതാരാണ്? തന്നെ കൈകളിൽ മെനഞ്ഞെടുത്ത കുശവനാ. ഹല്ലേലൂയ. ചില തീയുടെ അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നിന്റെ കർത്താവ് അതിനിപ്പുറത്ത് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നിനക്ക് ടൂ മച്ച് ആവാതിരിക്കാൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിലധികം പരീക്ഷകൾ അവിടുന്ന് അനുവദിക്കത്തില്ലെന്ന്. അതിൻ്റെ കൂടെ പോക്കുവഴികൾ, നീക്കുപോക്കുകൾ കർത്താവ് തരുമെന്ന. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ കർത്താവിൻ്റെ ആത്മാവി വചനം പറയുക, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നീ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ സംശയം കടന്നു വരരുത്. ഈ കാറ്റ് കടന്നു വരുമ്പോൾ there is a possibility that can cause you to doubt God. പിശാചിന് അതാ വേണ്ടത്. നിന്റെ ദൈവത്തെ നീ സംശയിക്കുകയും നിന്റെ ദൈവത്തെ നിന്റെ വായി കൊണ്ട് തള്ളിപ്പറയുകയും ചെയ്യുന്നതാണ് പിശാച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ച് നീ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. And the peace of God which passes all understandings shall keep your hearts and minds through Christ Jesus. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യാത്ര പൂർത്തീകരിക്കാനായിട്ട് പറ്റൂ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ കാക്കുമെന്ന്. The Lord will keep me safe no matter what all circumstances I am going through. The Lord is there with me. And the Lord would never let me be ashamed. എൻ്റെ ജീവിതത്തിൽ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്ദിക്കപ്പെടുവാൻ, ഞാൻ പരിഹസിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ കൈവിടത്തില്ല. നമ്മളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ അഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അൺടിൽ വി ഫൈൻഡ് അവർ റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നാം എത്തുന്നത് വരെ, ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ കൊടുക്കുന്നത് വരെ നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത ഉണ്ടാവത്തില്ല. അല്ലേ? വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രിസ്ത്യൻസ് എവർ ലിവ്ഡ്. അഗസ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കാത്തലിക്സൊക്കെ അഗസ്റ്റിനെ വിളിക്കുന്നത് സെൻറ്റ് അഗസ്റ്റിൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഏത് അനുഭവത്തിൽ നിന്ന്, ഏത് അവസ്ഥയിൽ നിന്ന് ദൈവം ആ മനുഷ്യനെ വിടുവിച്ച് തൻ്റെ സാക്ഷിയാക്കി കൊണ്ടുവന്നെന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ കൊട്ടേഷനാണ്, യു വോണ്ട് ഫൈൻഡ് റെസ്റ്റ്, യുവർ ഹാർട്ട് വോണ്ട് ഫൈൻഡ് എനി റെസ്റ്റ് അൺലെസ് യു ഫൈൻഡ് യുവർ റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിൻ്റെ സ്വസ്ഥത കാണുന്നത് വരെ, നിൻ്റെ സകലത്തിനും നിനക്ക് ക്രിസ്തു മതിയായവനാണെന്ന് നീ പറയുന്നത് വരെ നിൻ്റെ ഹൃദയത്തിന് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവത്തില്ല. സമ്പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൻ്റെയും എൻ്റെയും ജീവിതത്തെ സമർപ്പിക്കുന്നത് വരെ സ്വസ്ഥമായി ജീവിപ്പാൻ നമുക്ക് കഴിയത്തില്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. വലിയൊരു അത്ഭുതം നടന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് പോഷിപ്പിച്ചു. അതിനുശേഷം കർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് പോകുന്നുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാർ മാത്രമായിട്ട് പടകിനകത്ത് പോകുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, കർത്താവ് കടലിന്മേൽ നടന്ന പടകിനോട് അടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ ശിഷ്യന്മാർ കണ്ടു പേടിച്ചു. അവിടെ പേടിക്കുവാനൊരു സാധ്യതയുണ്ട്. കാരണം കർത്താവ് പടകിലില്ല. അവർ പേടിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അത് നീയാകുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കലേക്ക് നടന്നു വരുവാൻ തക്കവണ്ണം കൽപ്പിച്ചാട്ടെ. ഏതാ? എനിക്കും കടലിൻ്റെ മേലൊന്ന് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഈ കടലിനെ കണ്ടാണ് പത്രോസും കൂടെ ഉള്ളവരും പേടിച്ചതെന്ന് ഓർക്കണമേ, ശ്രദ്ധിക്കണമേ. They were afraid because of the roaring waves of the sea. ഈ കടലിലെ വലിയ തിരമാലകളെ കണ്ടാണ് അവർക്ക് ഭയമുണ്ടായത്. എന്നാൽ അതേ തിരമാലകളുടെ മധ്യത്തിൽ കർത്താവ് നടന്നു വരുന്ന കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്കും നിന്നെപ്പോലെ തന്നെ ഒന്ന് നടക്കാനുള്ള ആഗ്രഹം. കർത്താവ് പറഞ്ഞു, കടന്നു വരാൻ പറഞ്ഞു. നമുക്കറിയാം, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം, പത്രോസ് കടലിൻ്റെ മീതെ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1-2 സ്റ്റെപ്പുകളൊക്കെ വെച്ച് കാണും. 1-2 സ്റ്റെപ്പ് പോലും വെക്കണ്ട, കടലിൻ്റെ മേലൊന്ന് നിന്നാൽ മതി. അത് തന്നെ അത്ഭുതമല്ലേ? അല്ലേ? തൻ്റെ ജീവിതത്തിൽ മുഴുവനും ഈ കടലിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കടലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. കാരണം അതിലെ ഗ്രാവിറ്റി, ആ പുള്ളിങ്ങിനെ ഓവർകം ചെയ്യുവാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ ഇവിടെ കടലിൻ്റെ മേൽ അവൻ നിൽക്കുകയാണ്. അവൻ ഒരു സ്റ്റെപ്പ് വെച്ച് നടന്നു. അവിടുത്തെ വചനം നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കാറ്റ് കൊണ്ട് ഭയപ്പെട്ടെന്ന എന്ന് പറഞ്ഞാൽ ഹീ ടുക്ക് ഹിസ് ഐസ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിനെ നോക്കിക്കൊണ്ട് നടക്കുവാനിറങ്ങിയ അവൻ പെട്ടെന്ന് യേശുവിൽ നിന്ന് നോട്ടം തൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നോക്കി. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പത്രോസ് മുങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് 14:31, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? This is the point I want to make it to you, my brothers, my sisters. സാഹചര്യങ്ങൾ പലപ്പോഴും കർത്താവിനെ സംശയിക്കുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കാം. കർത്താവിനത് വേദനയാണ്. കർത്താവ് ചോദിക്കുക, why did you doubt me, thou man of little faith? അല്പവിശ്വാസിയെ നീ എന്തിന് എന്നെ സംശയിച്ചു?
നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെതിരെ നമ്മൾ പലപ്പോഴും ദൈവമില്ലെന്നൊന്നും കയറി പറയത്തില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ലായിരുന്നല്ലോ. സഹോദര സഹോദരി, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിന് പദ്ധതികളുണ്ടെങ്കിൽ മാത്രമേ അവൻ ചിലത് അനുവദിക്കത്തുള്ളൂ. നമ്മൾ പലയിടത്തും വിശ്വസ്തരല്ലായിരിക്കും. നമ്മളെക്കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്ന പലതും നമ്മളിൽ നിന്ന് കാണുവാൻ കഴിയാതെ വരുന്നു. നമ്മൾ ഇന്ന സ്ഥലത്താകണം. എന്തുകൊണ്ടാണെന്നറിയാമോ കുഞ്ഞുങ്ങൾ തോക്കുന്നത്? സ്കൂളിൽ ടീച്ചേഴ്സ് അറിഞ്ഞുകൊണ്ട് തോപ്പിക്കുന്നവരെ. ഒരു കുഞ്ഞ് ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദൈവത്തെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവം പക്ഷത്ത് നിൽക്കാഞ്ഞുകൊണ്ടാണ് തോറ്റതെന്ന്? ഇല്ല. ആ ടീച്ചർ ആ കുട്ടിയെ തോൽപ്പിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ആ കുട്ടി എത്തേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ ആ കുഞ്ഞ് എത്താഞ്ഞത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ തോൽപ്പിച്ചിട്ട് allow that child to sit in the same class. എന്തിനാ? ആ സ്റ്റാൻഡേർഡിൽ എത്തുന്നത് വരെ, ആ പ്രൊമോഷണൽ സ്റ്റാൻഡേർഡിൽ എത്തുന്നത് വരെ that child has to sit in the same class. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം, ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ദൈവം ചില സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റും, ചിലത് സംതിങ് ഗോഡ് ഹാസ് ടു ടീച്ച് മീ. കർത്താവ് എന്നെ ചിലത് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളിൽ എനിക്ക് ചില മാറ്റങ്ങൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളിൽ എൻ്റെ ചില സ്വഭാവങ്ങളെ മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില അവസരത്തിൽ, ചില സാഹചര്യങ്ങളിൽ ഞാൻ ചിലതിൽ നിന്ന് വിട്ടുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He wants to discipline me. He wants to discipline me, my brothers, my sisters. നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാതെ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് കുറ്റം എൻ്റേതാണെന്ന് പറയാതെ, കർത്താവെ അങ്ങനെ പഠിപ്പിക്കുകയാണെന്ന് നമ്മൾ പറയാതെ നാം കർത്താവിനെതിരെ നമ്മുടെ വിരൽ ചൂണ്ടുവാൻ ഇടയാവരുത്. എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു? എന്തുകൊണ്ട് ദൈവം എനിക്ക് തുണങ്ങുന്നില്ല? ദൈവം എന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല? പറയാൻ ഇടയാവരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ആ ഭാഗം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാറ്റിൻ്റെയും ഈ കോളിൻ്റെയും സാഹചര്യങ്ങളിൽ there is a possibility that we can doubt God. പക്ഷെ കർത്താവ് പറയുന്നു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ആ സാഹചര്യത്തിൽ ഒരു വലിയ അനുഭവം പഠിക്കുന്നുണ്ട്. എന്തോന്നറിയാമോ? പത്രോസ് ആ മുങ്ങാൻ പോയി കഴിഞ്ഞപ്പം കൂടെ നിന്ന കൂട്ടുകാരോട് പറഞ്ഞില്ല, പെട്ടെന്ന് പടവ് കൊണ്ടുപോകാൻ ഞാൻ ചാടിക്കയറണമെന്നില്ല. അവൻ നിലവിളിച്ചത് കർത്താവിങ്കിലേക്ക്. റൈറ്റ് തിങ് ഹി ഡിഡ്. ഹല്ലേലൂയ. നമ്മൾ മുങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൈയും കാലും ഇട്ട് അടുത്തുള്ളവരെയെല്ലാം വിളിച്ചു കൂട്ടി, അല്ലേ? നമ്മൾ ലോകപരമായിട്ടുള്ളതാ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഉടനെ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ 4 ഫോൺ കോളുകൾ ചെയ്യും, അല്ലേ? അറിയാവുന്നവരെയൊക്കെ വിളിച്ച് ചോദിക്കും. എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ ഒന്നിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അവിടെ പത്രോസ് ചെയ്ത് കറക്റ്റാണ്. എന്താ? തൻ്റെ കൂട്ടുകാരെയും തൊട്ടടുത്ത് പടകൊണ്ടെന്നവൻ അറിയാം. പടകിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി 2-3 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. അവൻ പടകിലിരുന്ന യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞില്ല, പെട്ടെന്ന് പടവ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ തിരിച്ച് നീന്തിയില്ല അതേ കയറാൻ. ഇല്ല, അവൻ അവിടെ നിന്ന് കർത്താവിനോട് തന്നെ പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ, സേവ് മീ ഓ ലോർഡ്. ദർ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ദെയർ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സഹോദരങ്ങളെ, ഈ ചില വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മളിലൊരു മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ രക്ഷ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളെ അവൻ അനുവദിച്ചുകൊണ്ട് നിത്യസ്നേഹത്തിലേക്ക് നമ്മളെ അവൻ അടുപ്പിക്കുക. ഇതോർത്ത് കർത്താവിന് നമ്മൾ നന്ദി പറയണം. ഹല്ലേലൂയ. കർത്താവിന് നമ്മൾ നന്ദി പറയണം. ഫൈനൽ പോയിന്റ്സ് ഞാൻ വേഗം പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്റ്റോംസ് വിൽ സ്ട്രെച്ച് അവർ ഫെയ്ത്ത്. കാറ്റുകൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. മറന്നു പോകരുത്. സ്റ്റോംസ് വിൽ സ്ട്രെച്ച് അവർ ഫെയ്ത്ത്. യു നോ, ട്രസ്റ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് two people develops when they walk hand in hand in every circumstances. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ? എനിക്കൊരു വ്യക്തിയെ വിശ്വസിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു സാഹചര്യത്തിൽ ഈ 2 വ്യക്തികൾ ഒന്നിച്ച് നടക്കുമ്പോഴാണ്, ഒരേ സാഹചര്യത്തിലൂടെ ഒന്നിനെ അഭിമുഖീകരിച്ചുകൊണ്ട് 2 വ്യക്തികൾ ഒരുപോലെ നടക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും, ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് പരസ്പരം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്, ഡിപ്പെൻഡ് ചെയ്യാമെന്ന്. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഈ കാറ്റിൻ്റെ മധ്യത്തിൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് മുന്നോട്ടുള്ള ഒരു കാറ്റുകളെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. മനസ്സിലായോ? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്.
ഈ ചെറിയ ചെറിയ കാറ്റുകളുടെ മധ്യത്തിൽ കർത്താവ് എനിക്ക് തുണയായിരുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കുന്ന ഈ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നാളത്തെ കാറ്റുകളെ ഓർത്ത് നമ്മൾ ഭയപ്പെടാതിരിക്കുന്നത്. സോ ഇറ്റ് സ്ട്രെച്ചസ് അവർ ഫെയ്ത്ത് ഔട്ട്. നമ്മുടെ വിശ്വാസത്തെ അവൻ വർദ്ധിപ്പിക്കും. ആ സാഹചര്യത്തിൽ ഈ കാറ്റുകൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഈ ഞാൻ പത്രോസിന്റെ ജീവിതത്തിൽ രണ്ട് അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, നമ്മളിപ്പോൾ വായിച്ച മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന്. കാരണം മുങ്ങാൻ പോയ ആ പടകിൽ നിന്ന് കർത്താവിനെ രക്ഷിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവനെ മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെയും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു. ഏതാ? മുങ്ങാൻ പോയിരുന്ന പത്രോസിനെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ഈ അനുഭവങ്ങളാണ് ഇനി വരാൻ പോകുന്ന കാറ്റുകളിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണെന്നുള്ള ഉറപ്പ് അവന് കൊടുത്തത്. പത്രോസിന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടോ? ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ 2 പടയാളികളുടെ മധ്യത്തിൽ സുഖമായി ഉറങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും. അമേസിങ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ 12-ാമത്തെ അധ്യായത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഹേരോദാവ് എന്ത് ചെയ്യുന്നറിയാമോ? സഭയെ പീഡിപ്പിക്കുകയാണ്. സഭയെ പീഡിപ്പിക്കുക. കൊച്ചു സഭയുടെ സ്ഥാപനം ആരംഭിച്ചതേ പെന്തിക്കോസ്ത് നാളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. സഭയുടെ ആരംഭ ദിശയിലാണ്, ശൈശവ ദിശയിലാണ് വിശ്വാസികളെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പേര് പറയുന്ന ഓരോരുത്തരെ പിടിച്ച് ഹേരോദാവ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ പിടിച്ച് ആര് കൊന്നു? ഹേരോദാവ് കൊന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടമായി എന്ന് തോന്നിയപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഹേരോദാവ് പത്രോസിനെയും പിടിച്ചു. എന്തിനാ പത്രോസിനെ പിടിച്ചത്? അനുഗ്രഹിച്ചു വിടാൻ വേണ്ടിയാന്നോ? യാക്കോബിനെ എന്ത് ചെയ്തു അതുപോലെ പത്രോസിനെയും കൊല്ലാനാ. കാരണം എന്തെന്നറിയാമോ? യഹൂദന്മാരുടെ പ്രീതി വീണ്ടും വാങ്ങിക്കാൻ. അപ്പൊ പത്രോസിന് ഒരു കാര്യം ഉറപ്പായി, ഇനി ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ചിലപ്പോൾ ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ പത്രോസിന് ഉറപ്പില്ലെങ്കിലും പത്രോസിനെയും പിടിച്ചെന്ന് കേട്ടപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, വിശ്വാസികളെല്ലാവരും പറഞ്ഞു, ഇനി നമുക്ക് പത്രോസിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതുപോലെ യാക്കോബിനെ പിടിച്ചുകൊണ്ട് പോയതാണ്, ആള് തീർന്നു. അപ്പോൾ മിക്കവാറും പത്രോസിനെയും കഥ കഴിഞ്ഞു. ആളുകളൊക്കെ പറയാൻ തുടങ്ങിക്കാണും, യഹൂദന്മാരൊക്കെ പറയാൻ കഴിയും, ഇനി പത്രോസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ തീർന്നു. അല്ലേ? വിശ്വാസികൾ കണ്ണുനീരോട്. നമുക്കറിയാം, ആ അനുഭവത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കാണാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, മരണഭീതി ഒരല്പം പോലും പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ ദൈവവചനം ശുശ്രൂഷയിൽ നിന്ന് നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. 12-ാം അധ്യായത്തിൻ്റെ ഐ എം റീഡിങ് ഫ്രം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സ് 2 ഓൺവേർഡ്സ്. യോഹന്നാന്റെ ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ബാച്ചിൽ ഒരു ഡ്യൂട്ടി റോട്ടായിൽ എത്ര പേരാ? 4 പേരുണ്ട്. അങ്ങനെ ദിവസം 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? ഓരോ ഫ്യൂ അവേഴ്സ് കഴിയുമ്പോഴും 4 പേര് വീതം മാറിക്കൊണ്ടിരിക്കുമെന്ന്. ഒരാളെ കാക്കാൻ 4 പേര്. അതുമല്ല, പത്രോസിൻ്റെ കയ്യിൽ ചങ്ങലയിട്ടെന്ന് എഴുതിയിരിക്കുന്നത്. എത്രമാത്രം ഉറപ്പോടെയാ അവനെ അവിടെ ആ തടവിൽ അവനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹെരോദാവിന് ഉറപ്പുണ്ട്, ഇപ്പോൾ പെസഹ കഴിഞ്ഞിട്ട് ഇവനെ കൊല്ലണം. പെസഹയുടെ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെസഹ കഴിഞ്ഞിട്ട് ഇവനെയും യാക്കോബിനെ ചെയ്തതുപോലെ തന്നെ കൊന്നേക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ, അവനെ കാക്കുവാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധിച്ചു നോക്കണമേ, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ, ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഹി ഈസ് നെവർ ടു ഏർലി നോട്ട് ടു ലേറ്റ്. പിടിച്ചന്ന് കർത്താവിനെ വിടുവിച്ചില്ല, ഒരു ദിവസം കഴിഞ്ഞ് വിടുവിച്ചില്ല, 4 ദിവസം കഴിഞ്ഞ് വിടുവിച്ചില്ല, 2 ദിവസം കഴിഞ്ഞ് വിടുവിച്ചില്ല, സഭ പറഞ്ഞ ദിവസം വിടുവിച്ചില്ല, ആരും പ്രതീക്ഷിച്ച ദിവസം വിടുവിച്ചില്ല. പക്ഷേ ന്യായവിസ്താരത്തിന് നിൽക്കുന്നതിൻ്റെ തലേ രാത്രി. ഡു വി ഹാവ് ഹോപ്പ്? അമേസിങ് ഹോപ്പ് വി ഹാവ്. നമുക്കുള്ള പ്രത്യാശ എത്ര ശ്രേഷ്ഠമെന്നറിയാമോ? നമ്മൾ കൈയും കാലും വിട്ടൊന്നും അടിക്കണ്ട.
തക്ക സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇവിടെ നോക്കിക്കേ, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നമ്മളല്ലോ ഉറങ്ങൂ? ഈ പറയുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? പിറ്റേ ദിവസം ഹെരോദാവിന്റെ മുമ്പിൽ നിൽക്കുക. ഹെരോദാവ് തട്ടിയേക്കാൻ പറഞ്ഞാൽ ആ നിമിഷം തന്നെ പുറയിൽ ആൾ നിൽപ്പുണ്ട് തട്ടാൻ വേണ്ടി. നമ്മൾ ഉറങ്ങുമോ തലേ ദിവസം? നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി ഉറങ്ങത്തില്ല. നാളെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രി ഉറങ്ങത്തില്ല. ഇവിടെ നോക്കിക്കേ, പത്രോസ് ശാന്തമായി ഉറങ്ങി. 2 പടയാളികളുടെ നടുവിൽ 2 കൈകളിലും ചങ്ങലയിട്ടുകൊണ്ട് പത്രോസ് ഉറങ്ങി. കാരണം എന്നറിയാമോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ അവൻ കണ്ടു, തൻ്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ തനിക്ക് സ്വസ്ഥമായി ഉറങ്ങാമെന്ന്. യേശു ഉറങ്ങി കാണിച്ചു. ചുഴലിക്കാറ്റുള്ള പടകിനകത്ത് യേശു കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നതെന്ന് ഓർത്തു. ഹല്ലേലൂയ! പടകിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ, തിരമാല ഇരച്ചു കയറിയപ്പോൾ പടകിലുണ്ടായിരുന്ന തങ്ങളെല്ലാം നിലവിളിച്ചിട്ടും സുഖമായി ഉറങ്ങുന്ന യേശുവിനെ അവൻ കണ്ടിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ, അതാ മുമ്പ് ഞാൻ പറഞ്ഞത്, സ്റ്റോംസ് സ്ട്രെച്ച് ഔട്ട് യുവർ ഫെയ്ത്ത്. കഴിഞ്ഞ കാല ജീവിതത്തിൽ കാറ്റുകളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിച്ച അനുഭവങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഇവിടെ നോക്കിക്കേ, ഹല്ലേലൂയ! പത്രോസ് അവിടെ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പിന്നീടുള്ള ഭാഗമൊന്നും ഞാൻ വായിക്കുന്നില്ല. എങ്ങനെയാണ് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ മുന്നോട്ടുള്ള ഭാഗം ഞാൻ വായിക്കുന്നില്ല. കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ചങ്ങല വീണു. തൊട്ടടുത്തിരുന്ന പടയാളികൾ പോലും അറിഞ്ഞില്ല. ഹി കെയിം ഔട്ട് ഓഫ് ദി ഗാലോസ്, ഹി കെയിം ഔട്ട് ഓഫ് ദി പ്രിസൺ സെൽ ആൻഡ് ഹി വെന്റ് ഔട്ട് അഗെയിൻ. 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞു. അതൊക്കെ ചുമ്മാതുള്ള കാവലൊന്നുമല്ല, അവിടെല്ലാം കാവൽക്കാർ നിൽപ്പുണ്ട്. ഇവരൊന്നും അറിയാതെ ദൂതൻ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയ്ക്കകത്ത് അവനെ എത്തിച്ചു. രാത്രിയിൽ അവരുടെയും വിശ്വാസത്തെ ദൈവം വർദ്ധിപ്പിച്ചു. ദൈവസഭയുടെ വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെ? ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന്. ഞാൻ അതൊന്നുമല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് മാത്രമാണ്, തൻ്റെ ജീവിതത്തിലുണ്ടായ കാറ്റിൻ്റെ അനുഭവത്തിൽ കർത്താവിനെ കണ്ട പത്രോസിന് കാറ്റിൻ്റെ മധ്യത്തിൽ സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഐ എം റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 27. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, നീദർ ലെറ്റ് ഇറ്റ് ബി അഫ്രൈഡ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ! കാറ്റിൻ്റെയും കോളിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും മധ്യത്തിൽ പടകിനകത്ത് വെള്ളം നിറയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഉറങ്ങുന്ന കർത്താവിൻ്റെ സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ലോകം തരുന്ന സമാധാനമല്ല, ഒരു ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല, ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്ന സമാധാനമല്ല, ജോലി കിട്ടുമ്പോൾ വരുന്ന സമാധാനമല്ല, വീട് കിട്ടുമ്പോൾ വരുന്ന സമാധാനമല്ല. ഈ സമാധാനമൊക്കെ ചെറിയ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമേ ഉള്ളൂ. ചില ദിവസങ്ങൾ മാത്രമേ ആ സമാധാനം നിലനിൽക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് തരുന്ന സമാധാനം നിത്യമായി നിലനിൽക്കുന്ന സമാധാനം, ഏത് സാഹചര്യങ്ങളിലൂടെയും നമ്മളെ കൊണ്ടുപോകുന്ന സമാധാനമാകാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആമേൻ. ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഹല്ലേലൂയ! ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, സ്തോത്രം. പീറ്റർ ഹാഡ് ദാറ്റ് എക്സ്പീരിയൻസ്. വി ടു ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. ഹല്ലേലൂയ! നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടാകും. അതുകൊണ്ട് സഹോദര സഹോദരി, തളർന്നു പോകരുത്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏത് അനുഭവങ്ങളിലൂടെയാണ് നീ ഇന്ന് കടന്നു പോകുന്നതെങ്കിലും ഈ വചനം നിന്നെയും എന്നെയും ഉറപ്പിക്കട്ടെ. എൻ്റെയും നിൻ്റെയും പടകിൽ യേശു ഉണ്ടെങ്കിൽ, യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഭയപ്പെടുവാൻ, ശങ്കിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരവസരവുമില്ല, ഒരു സാഹചര്യവുമില്ല. നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കാം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായ, എൻ്റെ കർത്താവിൻ്റെ പടകിലുണ്ടെങ്കിൽ അവിടുന്ന് ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നിയേക്കാം, പക്ഷേ എന്നെ മുക്കുന്നതിന് മുമ്പ് അവൻ എഴുന്നേൽക്കും.
എന്നെ മുക്കുന്നതിന് മുമ്പ് പ്രതികൂലത്തെ അവൻ ശാസിക്കും. നമ്മൾ കേട്ട അനുഭവങ്ങളിലൊക്കെയും എവിടെയാ കർത്താവിന് പ്രവർത്തിക്കുവാനൊരു സമയമുണ്ട്. നമ്മൾ ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കണം. ക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കണം. പരാതി പറഞ്ഞല്ല, സ്വയം ശപിച്ചല്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞല്ല. ഹല്ലേലൂയ. പത്രോസ് ഹെരോദാവിനെ കുറ്റം പറഞ്ഞില്ല, അല്ലെങ്കിൽ പത്രോസിനെ പിടിക്കുവാൻ തക്കവണ്ണം അവസരം ഉണ്ടാക്കി കൊടുത്തവനെ കുറ്റം പറഞ്ഞില്ല. പടകിലിരുന്ന ശിഷ്യന്മാർ കാറ്റിനെ കുറ്റം പറഞ്ഞില്ല. ഇറങ്ങിയ സമയത്ത് രാഹുകാലം നോക്കാതെ ഇറങ്ങിയെന്നവർ പറഞ്ഞില്ല. അവർ ഒരു സാഹചര്യങ്ങളെയും പറഞ്ഞില്ല. ഏത് സാഹചര്യങ്ങളിലും പൗലോസ് പറഞ്ഞതുപോലെ എല്ലാറ്റിനും വേണ്ടി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രത്തോടെ നിങ്ങളുടെ അപേക്ഷകളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ക്രിസ്തുവേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. ഈ വചനത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം.